ഹലോ എവ്രി വൺ, എല്ലാവർക്കും സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ്സസ് യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് എൻവയോൺമെൻറ്റ് ആൻഡ് എഞ്ചിനീയറിംഗിൻ്റെ 6th പാർട്ടാണ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കണ്ടത് ഡിഫറെൻറ്റ് ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ഓർ ക്വാളിറ്റി കൺട്രോൾ പാരാമീറ്റേഴ്സ് ഓഫ് വാട്ടർ ഇൻ ദ വാട്ടർ സപ്ലൈ സിസ്റ്റം ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പം നമുക്ക് ഓൾറെഡി മനസ്സിലായി ഓരോ പാരാമീറ്റേഴ്സും എത്ര വേണം. ഇഫ് ഇറ്റ് ഈസ് മോർ ദാൻ ദാറ്റ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇനി ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ദാറ്റ് ഈസ് ട്രീറ്റ്മെൻറ്റ് ഓഫ് വാട്ടർ. ട്രീറ്റ്മെൻറ്റ് ഓഫ് വാട്ടറിന് ഒരുപാട് മെത്തേഡ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. എല്ലാ മെത്തേഡ്സും നമ്മൾ എല്ലാ വാട്ടറിലും ചെയ്യണം എന്നില്ല. ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ സോഴ്സ്, നമ്മൾ ഏത് മെത്തേഡാണ് അഡോപ്റ്റ് ചെയ്യേണ്ടതെന്ന്. ഓരോ സോഴ്സിൽ നിന്ന് എടുക്കുന്ന വാട്ടറിന് ഓരോ പ്രോബ്ലം ആയിരിക്കും. ഇഫ് യു ആർ ഗെറ്റിംഗ് വാട്ടർ ഫ്രം ദ ഗ്രൗണ്ട് വാട്ടർ, നേരത്തെ പറഞ്ഞതുപോലെ സസ്പെൻഡഡ് സോളിഡ്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ സെഡിമെൻറ്റേഷൻ പ്രോസസ്സിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. ജസ്റ്റ് വി ഹാവ് ടു ഡു ഇസ് ക്ലോറിനേഷൻ, അല്ലെങ്കിൽ പാത്തജനിക് ബാക്ടീരിയ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ക്ലോറിനേഷനോ അങ്ങനെ എന്തെങ്കിലും ചെറിയ മെത്തേഡ് ചെയ്താൽ മതി. പക്ഷേ സർഫസ് വാട്ടർ സോഴ്സസിൽ നിന്ന് എടുക്കുന്ന വാട്ടറിൽ ഒബ്വിയസ്ലി അതിനകത്ത് സസ്പെൻഡഡ് സോളിഡ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ബേസ്ഡ് ഓൺ ദി ലെവൽ ഓഫ് ടർബിഡിറ്റി നമുക്ക് ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രോസസ്സുകളിൽ ഓരോ പ്രോസസ്സും എടുക്കേണ്ടി വരും. അപ്പോൾ ഫസ്റ്റ് 1 by 1 ആയിട്ട് ഓരോ മെത്തേഡ്സ് ഓഫ് പ്യൂരിഫിക്കേഷൻ നോക്കാം. ഫസ്റ്റ് ചെയ്യുന്നത് സ്ക്രീനിങ് മെത്തേഡാണ്. സ്ക്രീനിങ് എന്ന് നമുക്കറിയാം, നമ്മൾ അരിക്കില്ലേ, എക്സാക്ട്ലി ആ സംഭവം തന്നെയാണ് സ്ക്രീനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ വന്നിട്ട് പ്ലെയിൻ സെഡിമെൻറ്റേഷൻ. തേർഡ് process is sedimentation aided coagulation. Fourth one is filtration, then disinfection, aeration, softening, and certain miscellaneous treatment like fluoridation and defluoridation. അങ്ങനെയൊക്കെയുള്ള ചെറിയ മിസ്ലേനിയസ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇതാണ് ഈ വോൾ ചാപ്റ്റർ, ദാറ്റ് ഇസ് ട്രീറ്റ്മെൻറ്റ് ഓഫ് വാട്ടർ എന്നുള്ള ഈ ഒരു ബിഗ് ചാപ്റ്ററിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് സ്ക്രീനിങ് ആൻഡ് പ്ലെയിൻ സെഡിമെൻറ്റേഷൻ ഓൺലി. അപ്പോൾ ഓരോ ട്രീറ്റ്മെൻറ്റ്സും പറഞ്ഞു. അപ്പോൾ അതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്താണ് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പോലെ പറയാം. എയറേഷൻ മെയിൻലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കളറ്, ഓഡർ, ടേസ്റ്റ് അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് എയറേഷൻ ചെയ്യുന്നത്. സ്ക്രീനിങ് ഒബ്വിയസ്ലി ബിഗ് ആയിട്ടുള്ള ഫ്ലോട്ടിംഗ് മാറ്റർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട്. സർട്ടൈൻ കെമിക്കൽ മെത്തേഡ്സ് ആർ യൂസ്ഡ് ഫോർ ദ റിമൂവൽ ഓഫ് അയൺ, മാംഗനീസ് ഒക്കെ. അയണിൻ്റെ ലിമിറ്റ് നമുക്കറിയാം 0.3 ppm ആണ്. അപ്പോൾ അതിൽ കൂടുതലായിട്ടുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ സർട്ടൈൻ കെമിക്കൽ മെത്തേഡ്സ് ആർ ബീങ് യൂസ്ഡ്. സോഫ്റ്റനിങ് ചെയ്യുന്നത് ഒബ്വിയസ്ലി ഹാർഡ്നെസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. സെഡിമെൻറ്റേഷൻ ഈസ് ഫോർ ദ റിമൂവൽ ഓഫ് ദ സസ്പെൻഡഡ് മാറ്റർ. കോയാഗുലേഷനും സസ്പെൻഡഡ് മാറ്ററിൻ്റെ തന്നെയാണ്. അതേപോലെ എ പാർട്ട് ഓഫ് കൊളോയിഡൽ മാറ്റർ ആൻഡ് ബാക്ടീരിയ ഈസ് ഓൾസോ റിമൂവ്ഡ് ബൈ കോയാഗുലേഷൻ. നെക്സ്റ്റ് പ്രോസസ്സ് വന്നിട്ട് ഫിൽട്രേഷൻ ആണ്. ഫിൽട്രേഷനും കൊളോയിഡ് ഡിസോൾവ്ഡ് മാറ്ററിനെ റിമൂവ് ചെയ്യാനായിട്ട്, അതേപോലെ തന്നെ ബാക്ടീരിയയും റിമൂവ് ചെയ്യുന്നു. ഡിസ്ഇൻഫെക്ഷൻ മെയിനായിട്ട് പാത്തജനിക് ബാക്ടീരിയ കില്ല് ചെയ്യാനാണ്. അതേപോലെ തന്നെ ഓർഗാനിക് മാറ്ററിനെ കുറച്ച് റെഡ്യൂസിങ് സബ്സ്റ്റൻസുകൾ എക്സ്ട്രാ ഉണ്ട്, അതിനെയും റിമൂവ് ചെയ്യാനായിട്ട് ഡിസ്ഇൻഫെക്ഷൻ സഹായിക്കുന്നു. ഇതാണ് ഒരു sum up of different methods involved in the purification of water. അപ്പോൾ നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് ഫിസിക്കൽ ട്രീറ്റ്മെൻറ്റ്, കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്, ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് അങ്ങനെയും ക്ലാസിഫൈ ചെയ്യാം. ഫിസിക്കൽ ട്രീറ്റ്മെൻറ്റിൽ വരുന്നതാണ് സ്ക്രീനിങ്, സെഡിമെൻറ്റേഷൻ, ഫ്ലോട്ടേഷൻ, ഫിൽട്രേഷൻ. ഫിസിക്കലി അവരെ റിമൂവ് ചെയ്യുക. ചില പ്രോസസ്സ് ഇൻവോൾവ് ഇസ് ആക്ടിങ് ഓഫ് സം കെമിക്കൽസ്, അല്ലെങ്കിൽ ഒരു കെമിക്കൽ ആക്ടിവിറ്റി ഇൻവോൾവ് ആയിരിക്കും. ലൈക്ക് കോയാഗുലേഷനിൽ നമ്മൾ ആലം പോലുള്ള കെമിക്കൽസ് ആണ് ആഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് അയൺ എക്സ്ചേഞ്ച് പ്രോസസ്. പ്രസിപ്പിറ്റേഷൻ ഈസ് സം കെമിക്കൽസ് ആർ പ്രസിപ്പിറ്റേറ്റഡ് ആൻഡ് റിമൂവ്ഡ്. അങ്ങനെയുള്ള പ്രോസസ്സുകൾ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ആണ്. നെക്സ്റ്റ് വന്നിട്ട് ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് ആണ്. ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റിന് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സസ്പെൻഡഡ് ഗ്രോത്ത് സിസ്റ്റം, അറ്റാച്ച്ഡ് ഗ്രോത്ത് സിസ്റ്റം. ഇതെല്ലാം വരുന്ന വീഡിയോസിൽ വിശദമായിട്ട് തന്നെ പറയും. സസ്പെൻഡഡ് ഗ്രോത്ത് സിസ്റ്റത്തിൽ വരുന്നതാണ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ്, ഓക്സിഡേഷൻ പോണ്ടൊക്കെ. അറ്റാച്ച്ഡ് ഗ്രോത്ത് സിസ്റ്റത്തിൽ വരുന്നത് ബയോളജിക്കൽ ഫിൽറ്റർ, ട്രിക്ലിംഗ് ഫിൽറ്റർ എക്സെട്ര. ഇനി നമുക്ക് 1 by 1 ആയിട്ട് മെത്തേഡ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ ഈസ് സ്ക്രീനിങ്. സ്ക്രീനിങ് ഓൾറെഡി പറഞ്ഞ പോലെ ലാർജ് ആയിട്ടുള്ള സോളിഡ്സിനെ റിമൂവ് ചെയ്യാനായിട്ടാണ്. ഏതെങ്കിലും തടിയുടെ കഷ്ണങ്ങളോ ട്രീസിൻ്റെ ബ്രാഞ്ചസോ എന്തെങ്കിലും റാക്സ് അല്ലെങ്കിൽ ഫിഷസ് ഉണ്ടാവാം. റിവറിൽ നിന്നൊക്കെ കളക്ട് ചെയ്യുന്ന വാട്ടറിൽ ഫിഷസ് ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡെബ്രീസ് ഉണ്ടാവാം. അതെല്ലാം റിമൂവ് ചെയ്യാനായിട്ടുള്ള മെത്തേഡാണ്
സ്ക്രീനിങ് യൂഷ്വലി ചെയ്യുന്നത് ഇൻടേക്കുകളാണ്. ഇൻടേക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഏതെങ്കിലും സർഫസ് വാട്ടർ സോഴ്സിൽ നിന്ന് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലേക്ക് വാട്ടർ എത്തിക്കാനുള്ള സ്ട്രക്ചറാണ് ഇൻടേക്സ്. അപ്പോൾ ഇൻടേക്സിൽ തന്നെ സോഴ്സിൽ നിന്ന് വെള്ളം എടുക്കുമ്പോൾ തന്നെ നമ്മൾ സ്ക്രീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ പോയിട്ട് ഇത് ബിഗ് സോളിഡ്സ് ആണ് സ്ക്രീനിങ് വെച്ചിട്ട് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ പോയിട്ട് ഏതെങ്കിലും എക്യുപ്മെൻറ്റ്സിൽ അല്ലെങ്കിൽ മെഷീനിലൊക്കെ കുടുങ്ങാതെ നമ്മൾ ഇൻടേക്കിൽ വെച്ച് തന്നെ സ്ക്രീൻ ചെയ്ത് ഉള്ള വാട്ടറിനായിരിക്കണം ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലേക്ക് അയക്കുന്നത്. യൂഷ്വലി ഈ സ്ക്രീനിൽ ഉള്ള വാട്ടറിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 0.8 to 1 meter/second ആയിരിക്കണം. ഭയങ്കര വെലോസിറ്റിയിൽ പോയാൽ ലാർജ് ടർബുലൻസ് വിൽ ബി ക്രിയേറ്റഡ് ആൻഡ് ഓൾസോ ഹെഡ് ലോസ് സ്ക്രീനിൽ വരുമ്പോൾ വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് വെലോസിറ്റി ത്രൂ ദ സ്ക്രീൻസ് ഷുഡ് ബി ലെസ് ദാൻ 0.8 to 1 meter/second ആണ്. സ്ക്രീൻസ് തന്നെ രണ്ടായിട്ടുണ്ട്, കോർ സ്ക്രീൻസ് ആൻഡ് ഫൈൻ സ്ക്രീൻസ്. കോർ സ്ക്രീൻസിന് വേറെ പറയുന്ന പേര് ത്രാഷ് ട്രാക്സ് അല്ലെങ്കിൽ ബാർ സ്ക്രീൻസ് എന്നും പറയും. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ കോർ സ്ക്രീൻസ് തന്നില്ല, ഈ രണ്ട് പേരാണെങ്കിലും കൺഫ്യൂസ്ഡ് ആവരുത്. കോർ സ്ക്രീൻസ് ആദ്യമേ ഫൈൻ സ്ക്രീൻസിന് മുന്നേ പ്ലേസ് ചെയ്യും. കോർ സ്ക്രീൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻ പാരലൽ അയൺ റോഡ്സ് വിച്ച് ആർ കെപ്റ്റ് 2.5 to 5 centimeter apart. ഇതുപോലെയുള്ള ചെറിയ ചെറിയ പാരലൽ ആയിട്ടുള്ള അയൺ റോഡ്സ് ആയിരിക്കും കോർ സ്ക്രീൻസിനകത്ത് ഉള്ളത്. യൂഷ്വലി സ്ക്രീൻസ് പ്ലേസ് ചെയ്യുന്നത് അറ്റ് ആൻ ആംഗിൾ ഓഫ് 45 degree to 60 degree ആണ്. ഇങ്ങനെ ഒരു 45 degree തൊട്ട് ഒരു 60 degree ആംഗിളിലായിരിക്കും യൂഷ്വലി സ്ക്രീൻസ് പ്ലേസ് ചെയ്യുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഇങ്ങനെ വെക്കുമ്പോഴാണ് ഒബ്വിയസ്ലി ഏരിയ കൂടുതൽ കിട്ടുന്നത്. ഇങ്ങനെ കുറച്ച് ഇൻക്ലൈൻഡ് ആയിട്ട് വെക്കുമ്പോൾ ജസ്റ്റ് ഇമാജിൻ ഇങ്ങനെയാണ് വെക്കുന്നതെങ്കിൽ ഏരിയ ഓഫ് ഫ്ലോ അവൈലബിൾ വിൽ ബി ലെസ് കമ്പയർഡ് ടു ദിസ്. ഇവിടെയാണ് ഏരിയ കൂടുതൽ, അതുകൊണ്ടാണ് ഒരു 45 തൊട്ട് 60 degree ഇൻക്ലൈൻഡ് ആയിട്ട് വെക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ഫൈൻ ആയിട്ടുള്ള സ്ക്രീനാണ്. ഫൈൻ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ അവർ വയർ മെഷാണ് യൂസ് ചെയ്യുക. അതിൻ്റെ ഓപ്പണിംഗ് ഷുഡ് ബി ലെസ് ദാൻ 6 mm സ്ക്വയർ. 6 mm സ്ക്വയറിനേക്കാളും ചെറുതായിട്ടുള്ള വയർ മെഷാണ്. ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഫൈൻ സ്ക്രീനിന് നമുക്ക് പെട്ടെന്ന് ക്ലോഗ് ആയി പോവുകയും അതെപ്പോഴും ക്ലീൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയും ചെയ്യുന്നു. സോ യൂഷ്വലി ഫൈൻ സ്ക്രീൻസ് ഇപ്പോഴൊക്കെ എലിമിനേറ്റ് ചെയ്യാറാണ്. അതിന് പകരം മുന്നോട്ട് ഒരുപാട് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നു. അതാണ് ഫൈൻ സ്ക്രീൻസിൻ്റെ പ്രോബ്ലം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സ്ക്രീനിങ്. ഇനി പ്ലെയിൻ സെഡിമെൻറ്റേഷൻ നോക്കാം. പ്ലെയിൻ സെഡിമെൻറ്റേഷൻ എന്ന് പറയാൻ കാരണം ദർ ഈസ് അനദർ മെത്തേഡ് ദാറ്റ് ഈസ് സെഡിമെൻറ്റേഷൻ പ്ലസ് കോയാഗുലേഷൻ. സെഡിമെൻറ്റേഷനും കോയാഗുലേഷനും കൂടി ചേർന്നിട്ടുള്ള മെത്തേഡുണ്ട്. പ്ലെയിൻ സെഡിമെൻറ്റേഷനിൽ എന്താ സംഭവിക്കുന്നതാണ്, ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ടൈപ്പ് 1 സെറ്റിലിംഗ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെറ്റിലിംഗ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇത് ടൈപ്പ് 1 സെറ്റിലിംഗ് ആണ്. ടൈപ്പ് 1 സെറ്റിലിംഗ് എന്ന് ഇതിനെ പറയാൻ കാരണം പാർട്ടിക്കിൾസ് ഇൻഡിവിജ്വലി ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ സഹായത്തോടു കൂടിയാണ് സെറ്റിൽ ചെയ്യുന്നത്. ഓരോ പാർട്ടിക്കിളും ഡിസ്ക്രീറ്റ് ആയിട്ടാണ്, ഇൻഡിവിജ്വൽ ആയിട്ടാണ് സെറ്റിൽ ചെയ്യുന്നത്. അതിനെയാണ് ടൈപ്പ് 1 സെറ്റിലിംഗ് എന്ന് പറയുന്നത്. സോ പ്ലെയിൻ സെഡിമെൻറ്റേഷൻ ടാങ്കിൽ അല്ലെങ്കിൽ പ്ലെയിൻ സെഡിമെൻറ്റേഷനിൽ നടക്കുന്നത് ടൈപ്പ് 1 സെറ്റിലിംഗ് ആണ്. തിയറി ഓഫ് സെഡിമെൻറ്റേഷൻ അല്ലെങ്കിൽ സെഡിമെൻറ്റേഷന് മെയിനായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്ന പാർട്ടിക്കിൾസിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ജി അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയും. നമുക്കറിയാം ജി ഈക്വൽ ടു വെയ്റ്റ് ഓഫ് ദി സോളിഡ് പാർട്ടിക്കിൾസ് ഡിവൈഡഡ് ബൈ വെയ്റ്റ് ഓഫ് എ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് വിത്ത് ഈക്വൽ വോളിയം ആണ്. അല്ലെങ്കിൽ ഇക്വേഷനായിട്ട് പറയുകയാണെങ്കിൽ ഗാമ എസ് ഡിവൈഡഡ് ബൈ ഗാമ ഡബ്ല്യു ആണ്. ദാറ്റ് ഈസ് യൂണിറ്റ് വെയ്റ്റ് ഓഫ് ദി സോളിഡ് ഡിവൈഡഡ് ബൈ യൂണിറ്റ് വെയ്റ്റ് ഓഫ് ദി വാട്ടർ ആണ്. ഓർഗാനിക് സോളിഡ്സിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി വന്നിട്ട് ഒരു 1 തൊട്ട് 2 വരെ ആയിരിക്കും. ഇൻഓർഗാനിക് സോളിഡ്സിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 2.6 തൊട്ട് 2.9 വരെ ആയിരിക്കും. സോ സെഡിമെൻറ്റേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ സോളിഡ്സുകളുടെ സെറ്റിലിംഗ് ആണ്. സെഡിമെൻറ്റേഷൻ നടക്കുന്നത് ഇറ്റ് ഈസ് ഡൺ ഓൺ സെറ്റിലിംഗ് ടാങ്ക് അല്ലെങ്കിൽ അതിനെ ക്ലാരിഫയേഴ്സ് എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ സെഡിമെൻറ്റേഷൻ ടാങ്ക് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പറയാൻ, ഈ ഒരു ഡിഫറെൻറ്റ് നെയിംസ് പറയാനുള്ള കാരണം റീസെൻ്റ്ലി നടന്ന ഒരു എക്സാമിന് സെഡിമെൻറ്റേഷൻ ടാങ്കിന് പകരം ദ ക്വസ്റ്റ്യൻ വാസ് ലൈക്ക് ക്ലാരിഫയർ. അപ്പോൾ കുറേ പേർക്ക് കൺഫ്യൂഷനായി. സെഡിമെൻറ്റേഷൻ ടാങ്ക് എന്ന് ഡയറക്റ്റ്ലി ചോദിച്ചിരുന്നെങ്കിൽ എല്ലാവരും എഴുതുമായിരുന്നു. പക്ഷേ ക്വസ്റ്റ്യനിൽ ക്ലാരിഫയർ എന്നാണ്. സോ ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. ക്ലാരിഫയർ ആൻഡ് ദ സെഡിമെൻറ്റേഷൻ ടാങ്ക് ഇസ് ദ സെയിം. അപ്പോൾ സെഡിമെൻറ്റേഷൻ ടാങ്കിൽ എന്താ നടക്കുന്നതെന്ന് പറഞ്ഞാൽ വാട്ടർ വന്നിട്ട് കുറച്ച് നേരം
water ഈ sedimentation tankൽ ഹോൾഡ് ചെയ്യും സോ ദാറ്റ് allowing the particles to settle in the sedimentation tank. സോ എത്ര സമയമാണ് അതിനകത്ത് ഹോൾഡ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് നോൺ ആസ് ഹോൾഡ് ചെയ്യുന്നു പറഞ്ഞാൽ ജസ്റ്റ് ഫോർ എ ഫ്യൂ മിനിറ്റ്സ്. The theoretical average time in which the water is detained in this tank is called as a detention time. Detention time ഒരു ഇമ്പോർട്ടൻറ്റ് ടേം ആണ്. ഇത് ഇനി ഇങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ സെഡിമെൻറ്റേഷൻ ടാങ്കൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി തിയറി ഓഫ് സെഡിമെൻറ്റേഷൻ നോക്കാം. തിയറി ഓഫ് സെഡിമെൻറ്റേഷനിൽ പറയുന്നത് ഈ സെഡിമെൻറ്റേഷൻ ഓഫ് പാർട്ടിക്കിൾസിനെ ഒപ്പോസ് ചെയ്യാനായിട്ട് മൂന്ന് മെയിൻ ഫാക്ടേഴ്സാണുള്ളത്. ഒന്ന് വെലോസിറ്റി ഓഫ് ഫ്ലോ ആണ്. ഇപ്പോൾ ഹൈ വെലോസിറ്റിയിലാണ് പാർട്ടിക്കിൾസ് ഒഴുകി വരുന്നത് അല്ലെങ്കിൽ വാട്ടർ ഒഴുകി വരുന്നുണ്ടെങ്കിൽ പാർട്ടിക്കിൾസിന് ആവശ്യമായിട്ടുള്ള ടൈം കിട്ടില്ല ഫോർ ദെയർ സെറ്റിലിംഗ്. സോ VF കൂടി കഴിഞ്ഞാൽ എഫിഷ്യൻസി ഓഫ് ദി സെഡിമെൻറ്റേഷൻ കുറയും. VF ഈസ് ദി വെലോസിറ്റി ഓഫ് ഫ്ലോ. നെക്സ്റ്റ് വന്നിട്ട് വിസ്കോസിറ്റി ആണ്. വിസ്കോസിറ്റി നമുക്ക് ഡൈനാമിക് വിസ്കോസിറ്റി ഈസ് ദയർ, കൈനമാറ്റിക് വിസ്കോസിറ്റി ഈസ് ദയർ. അപ്പോൾ അതൊക്കെ FM കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് ഡൈനാമിക് വെച്ചിട്ട് പോവാം മുന്നോട്ട്. ഡൈനാമിക് വിസ്കോസിറ്റി കൂടിക്കഴിഞ്ഞാലും ഇതേ സെയിം പ്രോബ്ലം തന്നെയാണ് ഉണ്ടാവുക. വിസ്കസ് ആയിട്ടുള്ള വാട്ടറിൽ നിന്നിട്ട് പാർട്ടിക്കിൾസിനെ സെറ്റിൽ ചെയ്യാനായിട്ട് പാടായിരിക്കും. ഫ്രിക്ഷണൽ ഫോഴ്സ് അത് ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യും. സോ വിസ്കോസിറ്റി കൂടിക്കഴിഞ്ഞാൽ എഫിഷ്യൻസി ഓഫ് ദി സെഡിമെൻറ്റേഷൻ വിൽ ബി ലെസ്. നെക്സ്റ്റ് വൺ വന്നിട്ട് പാർട്ടിക്കിൾ സൈസ് അല്ലെങ്കിൽ D ആണ്. അതിൻ്റെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാനായിട്ട് ദർ ഈസ് എ ലോ കോൾഡ് ഇസ് Stokes law. Stokes law gives the relationship between the settling velocity of the particles and the time meter of the particles. അത് എങ്ങനെയാണെന്ന് നോക്കുന്നതിന് മുന്നേ Stokes lawയിൽ കുറച്ച് assumptions ഉണ്ട്. The particle size should be spherical. നമ്മൾ പാർട്ടിക്കിൾ സൈസ് എങ്ങനെ വേണമെങ്കിലും ആവാം. അപ്പോൾ പാർട്ടിക്കിൾസിനെ നമ്മൾ എക്സാക്ട്ലി സ്പെറിക്കൽ ആയിട്ടാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. മീഡിയം ഇൻഫിനിറ്റ് ആയിരിക്കണം, അതായത് വാട്ടറിന് ഇൻഫിനിറ്റ് ആയിട്ട് വാട്ടർ ഫ്ലോ ചെയ്യുകയാണെന്ന് അസ്യൂം ചെയ്തിരിക്കണം. അതുപോലെ സെഡിമെൻറ്റേഷൻ ഫോർ ദ പാർട്ടിക്കിൾസ് സെഡിമെൻറ്റേഷൻ ചെയ്യുന്ന പാർട്ടിക്കിൾസിൻ്റെ സൈസ് വന്നിട്ട് 0.0002 mm ആയിരിക്കണം, അല്ലെങ്കിൽ 0.2 മൈക്രോൺ സൈസിലുള്ള പാർട്ടിക്കിൾസ് ആയിരിക്കണം. അടുത്തത് സെഡിമെൻറ്റേഷൻ നടക്കുന്നത് ഡിസ്ക്രീറ്റ് ആയിട്ടാണ് നടക്കുന്നത്. നേരത്തെ പറഞ്ഞാണ് ടൈപ്പ് 1 സെറ്റിലിങ്ങിൽ, അതായത് ഇൻഡിവിജ്വൽ ആയിട്ടാണ് ഓരോ പാർട്ടിക്കിൾസും സെറ്റിൽ ആവുന്നത്. അതുപോലെ ഈ പാർട്ടിക്കിൾസിന് ആക്സിലറേഷൻ കിട്ടുന്നില്ല, അതായത് വെലോസിറ്റിയുടെ ചേഞ്ച് ഒന്നും ഉണ്ടാവുന്നില്ല. സോ ദ ആക്സിലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾസ് ഈസ് 0. ഇത്രയാണ് സ്റ്റോക്സ് ലോയുടെ മെയിൻ ആയിട്ടുള്ള അസംഷൻ. അപ്പോൾ സ്റ്റോക്സ് ലോയിൽ ഡെറിവേഷൻ നോക്കിയാൽ, ഡെറിവേഷൻ ഫുള്ള് നമ്മൾ നോക്കുന്നില്ല, ബട്ട് സ്റ്റിൽ കുറച്ച് ജസ്റ്റ് ഇമാജിൻ ഒരു സെഡിമെൻറ്റേഷൻ ടാങ്ക്, അതിനകത്ത് ഒരു പാർട്ടിക്കിളിനെ നമ്മൾ ഇമാജിൻ ചെയ്യുകയാണ്. അപ്പോൾ സെറ്റിലിങ്ങിന് കാരണമാക്കുന്ന അതിൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ വെയിറ്റ് W ആണ്. അതേപോലെ തന്നെ ഇതൊരു വാട്ടറിൽ ഒബ്വിയസ്ലി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊരു ബോയൻ ഫോഴ്സ് FB ഉണ്ടാവും. അതുപോലെ ഇത് താഴേക്ക് സെറ്റിൽ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇതിനെ ഒപ്പോസ് ചെയ്ത് ഒബ്വിയസ്ലി മേലോട്ട് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് FF അല്ലെങ്കിൽ FD ഉണ്ടാകും. FD എന്ന് പറയാൻ കാരണം ഇറ്റ് ഈസ് എ ഡ്രാഗ് ഫോഴ്സ്. ഒരു പാർട്ടിക്കിൾ ഒരു ഫ്ലൂയിഡിലൂടെ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ഉണ്ടാകുന്ന ഫോഴ്സിനെ പറയുന്ന പേരാണ് ഡ്രാഗ് ഫോഴ്സ്. അതിൻ്റെ ഇക്വേഷൻ വന്നിട്ട് 1/2 CD rho W A into V square ആണ്. സോ CD ഈസ് ദി കോഎഫിഷ്യൻറ്റ് ഓഫ് ഡ്രാഗ്, rho W അറിയാം ഡെൻസിറ്റി ഓഫ് ദി water അല്ലെങ്കിൽ density of water, A is the area of the particle, V is the velocity of the particle. So ഈ vertical force-നെ എല്ലാം കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ we get W equal to FB plus FD കിട്ടും. ഓൾറെഡി we have the equation for FD. weight എന്ന് പറയുന്നത് volume of solid into specific gravity of solid ആണ്. FB is the volume of the water, that is exactly equal to the volume of the solid we have assumed. അതായത് സോളിഡ് ബോയൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സോളിഡ് ഒരു
ഒരു സോളിഡ് ഒരു ഫ്ലൂയിഡിനകത്ത് എത്ര വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടാണ് ബോയിന്റ് ഫോഴ്സ് ഉള്ളത്. സോ ഇതെല്ലാം നമ്മൾ FM-ൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സോ വോളിയം ഓഫ് വാട്ടർ ഇൻറ്റു സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് വാട്ടർ ആണ്. ദിസ് ഇസ് ഗാമ W. ഈ വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ബൈ ദ സോളിഡ് ഈക്വൽ ടു വോളിയം ഓഫ് ദി സോളിഡ് ആണ് പ്ലസ് FD യുടെ ഇക്വേഷൻ. ഇതിനെ നമ്മൾ സോൾവ് ചെയ്തെടുക്കുന്നതാണ്. വി ഗെറ്റ് ദ ഇക്വേഷൻ ഫോർ the settling velocity, that is small letter Vs, that is equal to, actually this is a Vs, a settling velocity of the particle. Vs is equal to square root of 4 divided by 3 square root of 4 divided by 3 into g minus 1 into small g into d, ഇതെല്ലാം സ്ക്വയർ റൂട്ടിലാണ്, ഡിവൈഡഡ് ബൈ CD അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് ഡ്രാഗ്. ഒന്നുകൂടി പറയാം. സെറ്റിലിംഗ് വെലോസിറ്റി Vs is equal to 4/3 g minus 1 into GD ഡിവൈഡഡ് ബൈ CD ആണ്. ഇതാണ് ജനറൽ ഇക്വേഷൻ ഫോർ സ്റ്റോക്സ് ലോ. ഇനി കണ്ടീഷൻ ഓഫ് ഫ്ലോ അനുസരിച്ച് സ്റ്റോക്സ് ലോയ്ക്ക് ഡിഫറെൻറ്റ് ഫോം ഉണ്ട്. അതിനെ ഒന്ന് നോക്കാം. അതനുസരിച്ചിട്ടാണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ഫോർ ലാമിനാർ ഫ്ലോ കണ്ടീഷൻ, ഫസ്റ്റ് കണ്ടീഷൻ വന്നിട്ട് ലാമിനാർ ഫ്ലോ കണ്ടീഷനാണ്. ഇതെല്ലാം കുറച്ച് FM പോർഷനാണെന്ന് അറിയാം. ലേറ്റർ നമ്മൾ FM എല്ലാം നമ്മുടെ ചാനലിൽ കവർ ചെയ്യും. ലാമിനാർ ഫ്ലോ കണ്ടീഷൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞു, ഡയമീറ്റർ ഓഫ് ദ പാർട്ടിക്കിൾ ഷുഡ് ബി ലെസ് ദാൻ 0.1 mm. 0.1 mm-നേക്കാളും കുറവായിരിക്കണം. ആൻഡ് RE അല്ലെങ്കിൽ റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയും, അത് ലെസ് ദാൻ 1 ആയിരിക്കണം. റെയ്നോൾഡ്സ് നമ്പർ ഈസ് ദ റേഷ്യോ ഓഫ് ഇനേർഷ്യ ഫോഴ്സ് ഡിവൈഡഡ് ബൈ വിസ്കസ് ഫോഴ്സ് ആണ്. ഇനേർഷ്യ ഫോഴ്സ് ഡിവൈഡഡ് ബൈ വിസ്കസ് ഫോഴ്സ് ആണ് റെയ്നോൾഡ്സ് നമ്പർ. സോ കോഎഫിഷ്യൻ്റ് ഓഫ് ഡ്രാഗ് CD-യും റെയ്നോൾഡ്സ് നമ്പറും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ഇൻ കേസ് ഓഫ് ലാമിനാർ ഫ്ലോ ഇറ്റ് ഈസ് 24 ഡിവൈഡഡ് ബൈ RE ആണ്. അതുപോലെ റെയ്നോൾഡ്സ് നമ്പറിൻ്റെ ഇക്വേഷൻ വന്നിട്ട് ഇറ്റ് ഈസ് റോ VS ഇൻറ്റു D ഡിവൈഡഡ് ബൈ മ്യൂ അല്ലെങ്കിൽ ഡൈനാമിക് വിസ്കോസിറ്റിയാണ്. സോ റെയ്നോൾഡ്സ് നമ്പറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, CD-യുടെ ഇക്വേഷൻ നമുക്കറിയാം. ഇതിനെ നമ്മൾ നേരത്തെ കണ്ട ജനറൽ ഇക്വേഷൻ, അതായത് Vs is equal to square root of 4/3 g minus 1 into GD divided by CD-യിലേക്ക് അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ വി ഗെറ്റ് ദ ഇക്വേഷൻ ഫോർ സെറ്റിലിംഗ് വെലോസിറ്റി സംതിങ് ലൈക്ക് ദിസ്. Vs equal to g minus 1 into gamma W d square divided by 18 into mu. Mu എന്ന് പറയുന്നത് ഡൈനാമിക് വിസ്കോസിറ്റി ആണ്. ദർ ഇസ് അനദർ വിസ്കോസിറ്റി നോൺ ആസ് കൈനമാറ്റിക് വിസ്കോസിറ്റി, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡൈനാമിക് വിസ്കോസിറ്റി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഇവിടുത്തെ ഫ്ലൂയിഡ് വാട്ടർ ആണ്, സോ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. അത് വെച്ചിട്ട് നമുക്ക് കൈനമാറ്റിക് ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ ടേമിലും ഈ ഇക്വേഷൻ എഴുതാവുന്നതാണ്. G നമുക്ക് ഓൾറെഡി അറിയാം, ഇറ്റ് ഈസ് ഗാമ എസ് ഡിവൈഡഡ് ബൈ ഗാമ W ആണെന്ന്. അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് കിട്ടുന്ന ജനറൽ ഇക്വേഷൻ ഫോർ ദ സെറ്റിലിംഗ് വെലോസിറ്റിയാണ് ഈ തന്നിരിക്കുന്നത്. ഈ ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. കാരണം ഈ ഇക്വേഷനാണ് PSCയിൽ ഒരു എക്സാമിന് ചോദിച്ചത്. ഈ ഇക്വേഷനാണ്. VSന് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഇക്വേഷൻസ് ഉണ്ട് ഒബ്വിയസ്ലി. അപ്പോൾ ഈ ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. ദാറ്റ് ഈസ് V is equal to G into gamma S minus gamma W d square divided by 18 mu. ഇതിനകത്ത് ജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഇക്വേഷനോടൊപ്പം Gയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സോ Vs is the settling velocity of the solid particle. G is the acceleration due to gravity. Rho S is the density of the settling particle. Rho W is the density of the water. D is the diameter of the particle, and mu is the dynamic viscosity.
സെറ്റിംഗ്. സോ ഇത്രയാണ് പ്ലെയിൻ സെഡിമെൻറ്റേഷൻ്റെ തിയറിയെ പറ്റി പഠിക്കാനുള്ളത്. അടുത്തത് വീഡിയോയിൽ വരുന്നത് ഇറ്റ് ഈസ് എ സെഡിമെൻറ്റേഷൻ ടാങ്ക്. ഇറ്റ്സ് എ ഹ്യൂജ് ടോപ്പിക്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെഡിമെൻറ്റേഷൻ ടാങ്ക്. അപ്പോൾ അത് മാത്രമായിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്